നമസ്കാരം, സുജി കുഴുമ്പിലാണ്. പുതിയ മുംബൈയിലെ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. മഹാത്മാഗാന്ധി മുംബൈ സന്ദർശിക്കുകയും ഈ ജൂഹു ബീച്ചിലൂടെ നിരവധി യാത്രകൾ നടത്തുകയും നൂറുകണക്കിന് ചെറുകിട കച്ചവടക്കാരുടെ സാന്നിധ്യം. ഇതാണ് ജൂഹു ബീച്ചിൻ്റെ ആദ്യ കാഴ്ചകൾ. തിരുമ്മൽ വിദഗ്ധൻ്റെ കാഴ്ച രസകരമായി തോന്നി. ഇപ്പോൾ മുംബൈയിലുള്ളത് ജൂഹു ബീച്ചിലാണ്. മുംബൈയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ജൂഹു ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇനി ഈ ജൂഹു ബീച്ചിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുക. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജൂഹു ബീച്ചിലെ കാഴ്ചകൾ കാണിക്കുന്ന ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ലോകപ്രശസ്തമായ ബോംബെയിലെ ജൂഹു ബീച്ചിൻ്റെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണുന്നത്. ബസ്സിൽ ഞാൻ ജൂഹു ബീച്ചിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ബസ്സിൽ നിന്നും ഇറങ്ങി ജൂഹു ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ജൂഹു ബീച്ചിൻ്റെ ആദ്യ കാഴ്ചകൾ. വളരെ മനോഹരമായ ഒരു പ്രത്യേക സ്ഥലം തന്നെയാണ് മുംബൈയിലെ ജൂഹു ബീച്ച്. മുംബൈ നഗരത്തിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ജൂഹു ബീച്ചിൻ്റെ സ്ഥാനം. അന്ധേരി ആണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. അന്ധേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലോക്കൽ ബസ്സുകളും അതുപോലെ ഷെയർ ടാക്സികളുമൊക്കെ ഈ ജൂഹു ബീച്ചിലേക്ക് നമ്മളെ എത്തിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിമനോഹരമായ ജൂഹു ബീച്ചിൻ്റെ കാഴ്ചകളാണ്. വളരെ ലോകപ്രശസ്തമായ ഒരു ബീച്ചാണ് ജൂഹു ബീച്ച് എന്ന് സൂചിപ്പിച്ചല്ലോ. 1800-കൾക്ക് മുമ്പേ തന്നെ ഈ ജൂഹു എന്ന സ്ഥലം ബീച്ചിൻ്റെ ആവശ്യകതയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ കാണാം, കടലിൽ ഇറങ്ങുന്നവർക്ക് സുരക്ഷിതം ഒരുക്കുന്നതിനുള്ള കുപ്പായങ്ങളൊക്കെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ജൂഹു ബീച്ചിൽ ഞാൻ ഈ വന്ന സമയത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ ജൂഹു ബീച്ചിൽ എത്തിയ സമയമെന്ന് പറയുന്നത് വൈകിട്ട് 5 മണിക്ക് ശേഷമാണ്. അതിഗംഭീരമായ കാഴ്ച, നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജനസഞ്ചയം, കാഴ്ചകളുടെ പറുദീസ് ഒരുക്കുന്ന ജൂഹു ബീച്ച്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ആളുകളെ കഴിപ്പിക്കുന്ന ജൂഹു ബീച്ച്. നിരവധി ആക്ടിവിറ്റികൾ വിനോദത്തിൻ്റെ ഭാഗമായി ജൂഹു ബീച്ചിൽ ഒരുക്കിയിരിക്കുന്നു. മുംബൈയിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കേണ്ട സ്ഥലമാണ് മുംബൈയിലെ ജൂഹു ബീച്ച്. സാന്താക്രൂസ് വിമാനത്താവളം ഇതിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ മിനിറ്റിന് വിമാനങ്ങളിങ്ങനെ താഴ്ന്നു പറന്നു പോകുന്ന കാഴ്ച ഈ ജൂഹു ബീച്ചിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഞാനൊരു അരമണിക്കൂർ ഇവിടെ ചെലവഴിച്ചപ്പോൾ എനിക്ക് തോന്നുന്നൊരു 30ഓളം വിമാനങ്ങളാണ് ഈ ബീച്ചിനും പൊക്കത്തിൽ കൂടെ ഉയർന്ന് പറന്ന് പോയതും ആ വിമാനത്താവളത്തിലേക്ക് വന്നു ചേർന്നതും. അതൊരു ഗംഭീരമായ കാഴ്ചയാണ്. സുന്ദരമായ ബീച്ചിലൂടെ ആളുകൾ നടക്കുന്ന അതിമനോഹരമായ കാഴ്ച. ഈ ജൂഹു ബീച്ചിൻ്റെ പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെയൊക്കെ തീവ്രവാദി ആക്രമണങ്ങൾക്കൊക്കെ പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുള്ളതുകൊണ്ട് പോലീസിൻ്റെ കർശന നിരീക്ഷണമാണ് ഇവിടെയുള്ളത്. വലിയൊരു പോലീസ് സ്റ്റേഷനുണ്ട്. എല്ലാ പോലീസുകാരുടെ കയ്യിൽ നിന്ന് തന്നെ AK-47 പിടിച്ചുകൊണ്ടാണ് സുരക്ഷ അവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാഴ്ച ഇവിടുത്തെ ചെറു ഭക്ഷണങ്ങളുടെ ഒരു കലവറ തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടും നമ്മൾ കേട്ടിട്ടൊന്നും പരിചയമില്ലാത്ത, എന്നാൽ ചെറുത് പരിചയമുള്ള ഭക്ഷണ സാധനങ്ങൾ, പാനിപൂരി പോലുള്ള വ്യത്യസ്തമായ ഇനം ചെറുകിട ഭക്ഷണങ്ങളുടെ അതിഗംഭീരമായ കാഴ്ചയാണ് നമ്മൾ ഈ ജൂഹു ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കാണാൻ സാധിക്കുക. ഏകദേശം 6 കിലോമീറ്റർ നീളമുള്ള ഒരു ബീച്ചാണ് ഈ ജൂഹു ബീച്ച് എന്ന് പറയുന്നത്. അതിൽ ഇങ്ങനെയുള്ള നൂറുകണക്കിന് ചെറുകിട കച്ചവടക്കാരുടെ സാന്നിധ്യം, നല്ല രുചിയുള്ള വിവിധ തരത്തിലുള്ള പഴങ്ങൾ അരിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വിവിധ തരത്തിലുള്ള
അണ്ടിപ്പരിപ്പ് പോലെ പുളിയെല്ലാം പ്രത്യേക രീതിയിൽ റെഡിയാക്കിയത്, ചോളം, കരിക്ക്, മറ്റെന്തൊക്കെയോ വിഭവങ്ങൾ എല്ലാം അതിഗംഭീരമാണ് ഈ ജൂഹു ബീച്ച്. ഈ ജൂഹു ബീച്ചിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം അതിസമ്പന്നരായ ആളുകൾ താമസിക്കുന്ന ഹിന്ദി സിനിമാ നടന്മാർ, വൻ വ്യവസായികൾ, ടാറ്റയുടെ ബംഗ്ലാവ് എല്ലാം ഈ ജൂഹു ബീച്ചിൻ്റെ സമീപ പ്രദേശങ്ങളിലാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി മുംബൈ സന്ദർശിക്കുകയും ഈ ജൂഹു ബീച്ചിലൂടെ നിരവധി യാത്രകൾ നടത്തുകയും സമരത്തിൻ്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട്. 1937 ഗാന്ധിജിയുടെ ചെറുമകൻ്റെ ഒപ്പം വടിയും പിടിച്ച് നടക്കുന്ന ഒരു വിഖ്യാതമായ ചിത്രമുണ്ടല്ലോ, ആ ചിത്രം ഈ ജൂഹു ബീച്ചിലൂടെ നടക്കുമ്പോൾ പകർത്തിയതാണ്. അത് ഗംഭീരമായ ഒരു അനുഭവമാണ്. ഈ കടൽ തീരത്തൂടെ മഹാത്മാഗാന്ധി നടന്നപ്പോൾ ആണ് ആ പ്രസിദ്ധമായ ചിത്രം പിറന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭവം തോന്നുകയാണ്. മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ കടൽ തീരത്ത് നമുക്ക് പറയുവാനുള്ളത്. വ്യത്യസ്തമായ പല കാഴ്ചകളിൽ ഇവിടെ ഒരു പ്രാദേശിക തിരുമ്മൽ വിദഗ്ധൻ്റെ കാഴ്ച രസകരമായി തോന്നി. കൂടാതെ മണലിലൂടെ യഥേഷ്ടം ഓടിക്കാൻ കഴിയുന്ന 4 ചക്രമുള്ള പ്രത്യേക മോട്ടോർ സൈക്കിൾ, കൂടാതെ മാലയും വളയും അതുപോലുള്ള ഉൽപ്പന്നങ്ങളും വിറ്റ് ജീവിക്കുന്ന കുറേ മനുഷ്യരുടെ കാഴ്ചകൾ ഈ ബീച്ചിലുണ്ട്. അതുകൂടാതെ തത്സമയം നമുക്കിഷ്ടപ്പെട്ട പേരടക്കം കൊത്തിക്കൊടുക്കുന്ന രീതിയിൽ മാലയുണ്ടാക്കി കൊടുക്കുന്ന പെൺകുട്ടികളുടെ കാഴ്ചകൾ. ഇനി നമ്മൾ പോകുന്നത് ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. ഈ ബീച്ചിൻ്റെ കുറച്ച് ഒരു തിട്ടയിലായി 100 കണക്കിന് ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന, ലൈവായി വിൽക്കുന്ന കടകളുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. മുംബൈയിലെ പ്രശസ്തമായിട്ടുള്ള ഫുഡ് കോർട്ടാണ് ഈ ജൂഹു ബീച്ചിൻ്റെ പ്രവേശന കവാടത്തിന് അടുത്തായി ഒരുക്കിയിരിക്കുന്നത്. അതിഗംഭീരമായ കാഴ്ചയാണ്. ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിൽ പോലും ഇത് കണ്ടു നടക്കുന്നത് തന്നെ ഒരു മനോഹരമായ കാഴ്ചയാണ്. ഞാനതിൻ്റെ ഉൾഭാഗത്തേക്ക് കടന്നു. ഒരു നടുത്തളം, അതിനു ചുറ്റുമായി കടകൾ. ഭേൽപൂരി, പാനിപൂരി, സേവ് പൂരി എന്നിവയ്ക്കെല്ലാം പേരുകേട്ട സ്ഥലമാണ് ഈ ജൂഹു ബീച്ചിലെ പ്രസിദ്ധമായ ഫുഡ് കോർട്ട്. ആ ഫുഡ് കോർട്ടിലെ മനോഹര കാഴ്ചകളും കണ്ട് തിരിച്ച് ഞാൻ ഈ ജൂഹു ബീച്ചിൽ നിന്നും പോവുകയാണ്. പടിക്കെട്ടുകൾ കയറി ഇനി ബസ് കിടക്കുന്ന സ്ഥലത്തേക്കാണ് നടക്കുന്നത്. ബസ് കിടക്കുന്ന സ്ഥലത്തേക്ക് നടക്കുമ്പോൾ മുംബൈയിലെ മിക്ക സ്ഥലത്തും കാണുന്ന ശിവജിയുടെ പ്രതിമ, ആ പ്രതിമയും കടന്ന് ഞാൻ നടന്നു. 10,000-കണക്കിന് ആളുകളാണ് ഈ മുംബൈയിലെ പ്രസിദ്ധമായ ജൂഹു ബീച്ചിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റിൻ്റെ അങ്ങേയറ്റം എന്ന് പറയാം. അപ്പോൾ ഈ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങൾ മുംബൈ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ജൂഹു ബീച്ച് വൈകുന്നേരം സന്ദർശിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം.